നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2007 സ്പാനിഷ് പ്രതിരോധ നിര താരമായ ആൽവരോ അർബിലോവ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിൽ എത്തിയത്. അന്ന് ലിവർപൂൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ നേരിട്ടിരുന്നത് FC ബാഴ്സലോണയായിരുന്നു. ക്യാമ്പ് നൗവിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ലിവർപൂൾ വിജയം നേടിയിരുന്നു. സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ലിവർപൂൾ പരാജയപ്പെട്ടുവെങ്കിലും അന്ന് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ബാഴ്സലോണയെ പുറത്താക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഈ 2 മത്സരങ്ങളിലും ലിവർപൂളിന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ അർബിലോവയായിരുന്നു ഉണ്ടായിരുന്നത്. ലയണൽ മെസ്സിയെ 2 മത്സരങ്ങളിലും പൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മെസ്സിയെ എങ്ങനെ എളുപ്പത്തിൽ പൂട്ടി എന്നുള്ളതിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അർബിലോവയുടെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മെസ്സിക്ക് ബോൾ ലഭിക്കുന്നതിന് പരിശീലകൻ റാഫ ബെനിറ്റസ് ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. മറിച്ച് ബോൾ ലഭിച്ചു കഴിഞ്ഞ മെസ്സിയെ തടയുക എന്ന ഉത്തരവാദിത്തമാണ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത്. അത് 2 പാദങ്ങളിലും മികച്ച രൂപത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ഞാൻ മെസ്സിയുടെ പിറകിലായി പോയാലും എനിക്ക് ഭയമൊന്നും തോന്നാറില്ല. മുന്നോട്ട് വന്നുകൊണ്ട് ബോൾ എടുത്ത് സ്പേസുകൾ കണ്ടെത്തുന്ന ഒരു താരമായിരുന്നില്ല അന്ന് ലയണൽ മെസ്സി. അത് എനിക്ക് മെസ്സിയെ പൂട്ടാൻ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. മാത്രമല്ല, ഞാൻ ലയണൽ മെസ്സിയെ പുഷ് ചെയ്യുമ്പോൾ എൻ്റെ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി റൈസ് അവിടെ ഉണ്ടായിരുന്നു. അതും കാര്യങ്ങൾ എളുപ്പമാക്കി. ഒരാൾ മാത്രം മെസ്സിയെ മാർക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഞങ്ങൾ മാറി മാറി മെസ്സിയെ മാർക്ക് ചെയ്തു. അത് മെസ്സിക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കി. അങ്ങനെ മാൻ മാർക്കിംഗ് നല്ല രീതിയിലാണ് ഞങ്ങൾ അന്ന് പൂർത്തിയാക്കിയത്. ഇതാണ് അർബിലോവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, റയൽ മാഡ്രിഡിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു താരമാണ് അർബിലോവ. ലിവർപൂളിൽ 2 വർഷം ചിലവഴിച്ചതിന് ശേഷം അദ്ദേഹം റയൽ മാഡ്രിഡിൽ തന്നെ മടങ്ങിയെത്തുകയായിരുന്നു. 2009 മുതൽ 2016 വരെ പിന്നീട് അദ്ദേഹം റയലിൽ ചിലവഴിക്കുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.